ഹലോ, നമ്മളിന്നുള്ളത് ആയിറ്റി ബോട്ട് ജെട്ടിയിലാണ്. ആയിറ്റി ബോട്ട് ജെട്ടിയുടെ ജലഗതാഗത വകുപ്പിൻ്റെ ഓഫീസാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ ബോട്ട് ഏകദേശം 1 മണിക്ക് പുറപ്പെടും. 1 മണിക്ക് ഇവിടുന്ന് ആയിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന ബോട്ട് രാമന്തളി കടപ്പുറം ഏഴിമല വരെ ആണ് ബോട്ടിൻ്റെ സർവീസ്. അപ്പോൾ ബോട്ടിൻ്റെ യാത്രയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ലാസ്റ്റ് പോയിന്റ്. ഇതാണ് ആയിറ്റി കടവ്. ആയിറ്റിയിലേക്ക് വരാനുള്ള എളുപ്പവഴി തൃക്കരിപ്പൂരിൽ നിന്നാണെങ്കിലും നമുക്ക് ബസ് മാർഗം വരുന്നതാണെങ്കിൽ തൃക്കരിപ്പൂരിൽ നിന്ന് ബസ്സില്ല. അതിനു പകരം പയ്യന്നൂരിൽ നിന്ന് പടന്ന ഭാഗത്തേക്ക് പോകുന്ന ആയിറ്റി ബസ്സിന് കയറിയാൽ നമുക്ക് ആയിറ്റി കടവിലേക്ക് എളുപ്പത്തിൽ വരാം. തൃക്കരിപ്പൂർ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ടാക്സി വിളിച്ചോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചോ വരേണ്ടി വരും. ഇത് പഴയ ഒരു ബോട്ട് ചെട്ടിയാണ്. ആരുമില്ല. അത് ബോട്ടിൻ്റെ കൺട്രോൾ വരുന്നത്. സ്വിച്ചുകളും കാര്യങ്ങളുണ്ട്. എത്ര പേരുന്നു? ടോജി. എവിടെ നാട്? ഓ, ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. അതാണ് ഈ ബലൂണും കൊടിയൊക്കെ. ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡ്. ഇവിടെയാണ് ബോട്ടിന്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്ന സ്ഥലം. സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉണ്ടാവല്. ഈ സ്റ്റിയറിംഗ് ഹൈഡ്രോളിക് സിസ്റ്റമാണ്. സ്റ്റിയറിങ്ങിന് തൊട്ട് മുന്നിൽ കാണുന്നതാണ് അതിന്റെ ഓയിൽ ഗേജ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളെ വർക്കേഴ്സിന് ഇരിക്കാൻ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 തരം കൺട്രോളുകളാണ് വരുന്നത് ബോട്ടിന്. ഒന്ന് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി സ്റ്റിയറിംഗ് കൺട്രോളും, പിന്നെ ആക്സിലറേഷനും റിവേഴ്സും, നമ്മുടെ പ്രൊപ്പല്ലറിൻ്റെ കൺട്രോള്. അങ്ങനെ 2 തരം കൺട്രോളിംഗ് ആണ് വരുന്നത്. രണ്ടിനും വേറെ വേറെ ആൾക്കാരായിരിക്കും ഉണ്ടാവും. ഇച്ചിരി ടൈറ്റൊക്കെ ഉണ്ട്, ഹൈഡ്രോളിക് ആയതുകൊണ്ടാവാം. അങ്ങനെ കൃത്യം 1 മണിക്ക് തന്നെ നമ്മുടെ ബോട്ട് പുറപ്പെട്ടു. ശ്രീനാഥ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇവരാണ് എൻജിൻ ഡ്രൈവർ. ഇദ്ദേഹം നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. മടക്കരയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. വലിയ പറമ്പ് ദ്വീപാണ് ഇപ്പം നമ്മുടെ ഇടതുവശത്ത് കാണുന്നത്. ഇതാണ് വലിയ പറമ്പ് മേൽപ്പാലം. നമ്മുടെ വലിയ പറമ്പിന്റെ സദേൺ പോയിന്റിലേക്കുള്ള യാത്രയിൽ ഇൻട്രോ കാണിച്ച മേൽപ്പാലാണ് ഇത് ഈ കാണുന്നത്. അങ്ങ് ദൂരെ കാണുന്ന മലയാണ് ഏഴിമല. ഏഴിമലയാണ് ഈ ബോട്ടിന്റെ ലാസ്റ്റ് പോയിന്റ്. ഓയിൽ കാണിക്കുന്നില്ല. മണിക്കൂർ ഓടിയ മണിക്കൂർ ഇതിപ്പോ RPM-ലാണ് കാണിക്കുന്നത്. RPM-ലാണ്. ഗിയറാ? അങ്ങനെ ഗിയർ എങ്ങനെ വരുന്നത്? ഗിയർ നമുക്ക് 2-3 ഇതേ റൂട്ടറില് ഫോർവേഡ് റിവേഴ്സ്. അപ്പൊ അങ്ങനെ ഇല്ല അല്ലേ? റൂട്ടിനെല്ലാം മറയിലെല്ലാം അങ്ങനെ ഉണ്ടാവും. വേറെ ഗിയർ ഇല്ലല്ലോ. മറൈൻ എഞ്ചിൻ അല്ല. മറ്റേത് ആക്സിലേറ്റർ അല്ലേ? അത് ഒറ്റ സ്പീഡ് എങ്ങനെ ഊട്ടി ഇപ്പൊ മാക്സിമത്തിലേ? മാക്സിമം എന്ന് പറയുന്നത് 1650 RPM. അതിന് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇത് ബോട്ടിന്റെ സേഫ്റ്റി സിസ്റ്റമാണ്. ബോട്ടിന്റെ അടിയിൽ വെള്ളം കയറിയാൽ അലാം അടിക്കാൻ വേണ്ടി. 35 രൂപയാണ് ഏഴിമലയിലേക്ക് ആയിറ്റിയിൽ നിന്നുള്ള ചാർജ്. മിനിമം ചാർജ് ബോട്ടിൻ്റെത് 10 രൂപയും. പിന്നെ ഞായറാഴ്ച ദിവസം സീ കവായി എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഒരു സ്പെഷ്യൽ സർവീസാണ്. ആ നമ്പറിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാം.
ആ കാണുന്നത് ഒരു ബോട്ട് ചട്ടിയാണ്, ഇടയിലക്കാട്. പല ബോട്ട് ചട്ടികളിലും ആളില്ലാത്തത് കാരണം പോകാറില്ല. ആൾക്കാരുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് അടുപ്പിക്കും, ആൾക്കാരെ കയറ്റും. അങ്ങനെ ഒടുവിൽ ഞാനൊഴികെ വേറൊരു യാത്രക്കാരനും കൂടി വന്നിരിക്കുന്നു. ഇത് മാടക്കാൽ എന്ന് പറയുന്ന ബോട്ട് ചട്ടിയാണ്. വീണ്ടും നമ്മൾ സെയിം ബോട്ട് ചട്ടിയിലൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. കാരണം അവിടെ ഒരാളും കൂടി വന്ന് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ആ ഭാഗത്തേക്ക് ബോട്ട് അടുപ്പിച്ചു.
അവസാനം അങ്ങനെ നമ്മളെ ബോട്ടിൽ കുറച്ച് ആള് കയറി. ശരിക്കും ബോട്ടിൽ 5 വർക്കേഴ്സാണ് ഉണ്ടാവുക. ഈ ടിക്കറ്റ് മുറിക്കുന്ന ആളാണ് ബോട്ട് മാസ്റ്റർ. അദ്ദേഹമായിരിക്കും ഈ ബോട്ടിൻ്റെ ഹെഡ്. പിന്നെ ഉള്ളത് സ്രാങ്കാണ് നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോള്. പിന്നെ എൻജിൻ ഡ്രൈവറാണ് നമ്മുടെ ശ്രീനാഥ് എന്ന് പറഞ്ഞ ചേട്ടൻ. പിന്നെ 2 ലാസ്കർമാരാണ് നമ്മുടെ ബോട്ടിനെ വടം വെച്ചിട്ട് അടുപ്പിക്കുന്നത്. അങ്ങനെ 5 വർക്കേഴ്സാണ് ഒരു ബോട്ടിലുണ്ടാവുക. അങ്ങനെ 1 മണിക്ക് ആയിട്ടിയിൽ നിന്ന് പുറപ്പെട്ട ബോട്ട് ഇപ്പം ഏകദേശം 1:50 ആകുമ്പോഴേക്കും കവ്വായിലെത്തിയിരിക്കുന്നു. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ടായിരിക്കണം നല്ലോണം ആളുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. കവ്വായിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ കവ്വായി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവർക്കായി ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്തുന്നത് രാമന്തളി എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ്. ശരിക്കും ഇത് വടക്കുംപാടാണ്. രാമന്തളിയിലെ വടക്കുംപാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്റ്റോപ്പ്. ഏഴിമല എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ശരിക്കും നേവൽ അക്കാദമിയുടെ ബോർഡറാണ്. അത് രാമന്തളി ടൗണിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ബോട്ട് ജെട്ടിയാണ് ഈ ഏഴിമല എന്ന് പറയുന്നത്.
അങ്ങനെ ഇതാ നമ്മുടെ ലാസ്റ്റ് പോയിന്റിലേക്ക് എത്താൻ പോവുകയാണ്. അങ്ങ് അവിടെ കാണുന്നത് വാച്ച് ടവർ, നേവൽ അക്കാദമിയുടെ വാച്ച് ടവറാണ് ആ കാണുന്നത്. ആ കാണുന്നതൊക്കെ നേവൽ അക്കാദമിയുടെ ഭാഗമാണ്. അവിടെ കുറെ വീടുകളൊക്കെ കാണുന്നുണ്ട്. വീട് കാണുന്നുണ്ടോ അറിയില്ല, അത്യാവശ്യം ഒരു വൈറ്റ് കളർ. ഇതാണ് വാച്ച് ടവർ. കുറച്ചുകൂടി അടുത്തായി നമ്മളങ്ങനെ ബോട്ട് ചെട്ടിയിലോട്ട് എടുക്കാൻ പോവുകയാണ്. At last, we are reached the last point of this boat. ഇതാണ് ഏഴിമല ബോട്ട് ജെട്ടി. ഇവിടെ നിന്നും രാമന്തളി കടപ്പുറത്തേക്ക് കടവുമുണ്ട്. ആ കടവാണ് കാണുന്നത്. ഇതുപോലൊരു നോട്ടീസ് നമ്മുടെ വാച്ച് ടവറിന്റെ താഴെ വലുതായിട്ടുണ്ട്. അതായത് ആയുധധാരികളായ സൈനികർ കാവലുണ്ട് എന്ന് പറഞ്ഞിട്ട്, അതിക്രമിച്ച് കടന്നാൽ നിറയൊഴിക്കപ്പെടും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കടവിന്റെ ടൈമിംഗ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയവർമ്മിന്റെ തെക്കേ അറ്റത്തേക്കുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ആ ലാസ്റ്റ് പോയിന്റ് കാണുന്നത് വലിയവർമ്മ ദ്വീപാണ് അവിടെ ദൂരെ കാണുന്നത്. അങ്ങനെ കൃത്യം 2:30 തന്നെ നമ്മുടെ ലാസ്റ്റ് പോയിന്റിൽ നിന്ന് ബോട്ട് തിരിച്ചു. അങ്ങനെ 1 മണിക്ക് ആയിട്ടിയിൽ നിന്ന് പുറപ്പെട്ട ബോട്ട് ഏകദേശം 2:20 ആകുമ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പായ ഏഴിമലയിലെത്തി. 2:30 തന്നെ ഏഴിമലയിൽ നിന്ന് തിരിച്ചു. ഞാൻ നേരെ കൗവായിലേക്കാണ് പോകുന്നത്. ഈ ബോട്ടിന്റെ സർവീസിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉച്ചക്ക് 1 മണിക്ക് ആയിട്ടിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ 2:20 ഏഴിമല. ഏഴിമല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആയിട്ടിയിലേക്ക് ഇനി രാത്രി 8 മണിക്ക് മാത്രമേ തിരിച്ചെത്തൂലൂ. അതായത് 7 മണിക്ക് രാമന്തളിയിൽ നിന്ന്, രാത്രി 7 മണിക്ക് രാമന്തളിയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ 8 മണിക്ക് ആയിട്ടി. ലോങ്ങസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് ഏഴിമല ടു കൗവായി ആണ്. ആ റൂട്ട് എന്ന് പറയുന്നത് രാവിലെ 6 മണിക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ 10:15 ഏഴിമല എത്തുന്നതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് റൂട്ട്. അതിൻ്റെ ഇടയിൽ കുറേ ഷട്ടിൽ സർവീസുകളുണ്ട്. ആ ഷട്ടിൽ സർവീസ് ഒരു അരോചകമായിരിക്കും നമ്മളെ ഒരു ബോട്ട് യാത്ര ആസ്വദിക്കാൻ വരുന്നവർക്ക്. പിന്നെയുള്ളത് 10:45 ഏഴിമലയിൽ നിന്ന് പുറപ്പെടുന്ന ബോട്ട് 12:15 ആയിട്ടിയിലെത്തും. അത് 11:15 കൗവായിൽ എത്തുന്നത്. 12:15 ആയിട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 1 മണിക്ക് ആയിട്ടിൽ നിന്ന് തിരിച്ചു പുറപ്പെടും. അവിടുന്ന് 2:20 ഏഴിമല. അതായത് 10:45 നമ്മൾ രാമന്തളിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഏഴിമല 2:20 തിരിച്ചെത്താൻ പറ്റും. അങ്ങനൊരു ലോങ് ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് അതായിരിക്കും ബെറ്റർ.
അങ്ങനെ ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ നമ്മുടെ കൗവായിലെത്തി. ഇനി ഇത് ബീരാൻ കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ബീരാൻ കടവ് എന്ന് പറയുന്നത് മാടക്കായലിന് തൊട്ട് ഓപ്പോസിറ്റ് വരുന്ന കടപ്പുറം സൈഡാണ്. അങ്ങനെ നമ്മുടെ ഈ ബോട്ടിന്റെ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.